വേഗം വരണമേ, സ്വർഗം തുറക്കണേ, ആത്മാവിൻ ശക്തി നൽകണമേ. വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയെ യേശുവേ, Lord Jesus. Praise the Lord. Hallelujah. സങ്കീർത്തനം 36:9. അങ്ങിലാണ് ജീവന്റെ ഉറവ, അങ്ങയുടെ പ്രകാശത്തിലാണ് ഞങ്ങളുടെ പ്രകാശം. ഹാലേലുയ്യ. പ്രൈസ് ദി ലോർഡ്. സെഹിയോൻ ധ്യാന കേന്ദ്രം ഒരുക്കുന്ന വചന ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സേവ്യർഖാൻ വട്ടാലച്ചന്റെ ആത്മീയ കൂട്ടായ്മയിൽ നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 36 സങ്കീർത്തനത്തിൽ 9 തിരുലേഖനത്തിലൂടെ പരിശുദ്ധാത്മാവ് അരുളിച്ചെയ്യുന്നത് ഇങ്ങനെയാണ്: അങ്ങിലാണ് ജീവന്റെ ഉറവ, അങ്ങയുടെ പ്രകാശത്തിലാണ് ഞങ്ങളുടെ പ്രകാശം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവന്റെ ഉറവ ദൈവമാണ്. അതുകൊണ്ടാണ് ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, ജീവജലത്തിനു അരുവിൽ നിന്ന് അവർ പാനം ചെയ്യട്ടെ. ഞാൻ നൽകുന്ന ജീവജലം കുടിക്കുക പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ലെന്ന വചനത്തിലൂടെ കർത്താവ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാര്യം യാഥാർത്ഥ്യമാണ്. ഈ കഴിഞ്ഞ നാളുകളിലെല്ലാം സേവ്യർഖാൻ വട്ടാലച്ചനോട് ചേർന്ന് നിന്ന് വിവിധങ്ങളായ വചന ശുശ്രൂഷകളെ സഹായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു സംഗതിയാണിത്. ഒരുപാട് പേര് ജീവൻ നഷ്ടപ്പെട്ട് വരുന്നവരുണ്ട്. എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ രോഗം പിടിപെട്ട് ശരീരത്തിന് ജീവൻ നഷ്ടപ്പെട്ടവർ, ആത്മാവിൽ പാപം പിടിപെട്ട് ആത്മാവിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടവർ, മനസ്സിൽ ഒരുപാട് വൈകാരിക തലങ്ങളിൽ ബുദ്ധിമുട്ടുകൾ പേറി മനസ്സിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടവർ. എന്നാൽ അവർ കർത്താവിൻ്റെ ആലയത്തിൽ വന്ന് അല്ലെങ്കിൽ കർത്താവിൻ്റെ വചന ശുശ്രൂഷ എവിടെയാണ് നടക്കുന്നത് അതിനെ സമീപിക്കുമ്പോൾ, അതിൽ വ്യാപരിക്കുമ്പോൾ, അത് കേൾക്കുമ്പോൾ അനേകരുടെ ജീവിതത്തിലേക്ക് ഒരുപോലെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ജീവന്റെ ഉറവയിൽ നിന്ന് ജീവൻ പ്രാപിക്കുന്നത് കാണാൻ ഇടവന്നിട്ടുണ്ട്. ഞാൻ ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം. ആ വ്യക്തി ധ്യാനം കൂടി ആ വ്യക്തിയുടെ ഫോട്ടോ ഒക്കെ വെച്ച് ഇങ്ങോട്ട് സാക്ഷി എഴുതി അറിയിച്ചിരിക്കുകയാണ്. ആ വ്യക്തിയുടെ സാക്ഷി ഞാൻ വായിച്ച് കേൾപ്പിക്കാം. എൻ്റെ പേര് റൂബി ജോസ്, സ്ഥലം ഇരിങ്ങാലക്കുട. ഞാൻ അശ്വനി ഹോസ്പിറ്റൽ തൃശ്ശൂരിൽ ജോലി ചെയ്യുന്നു. എനിക്ക് 25 കൊല്ലത്തോളമായി തലവേദനയും ഛർദിയും. ഒരു ദിവസം മുഴുവൻ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ സാധിക്കില്ല. എപ്പോഴും കിടക്കണം, അത്രയ്ക്കും വയ്യാതാകും. എൻ്റെ ജീവിത പങ്കാളിക്കും മക്കൾക്കും സങ്കടമായി തുടങ്ങി. എൻ്റെ ടെൻഷൻ കൊണ്ടാണ് തലവേദന ഉണ്ടാകുന്നതെന്ന് എല്ലാവരും പറഞ്ഞു തുടങ്ങി. ജോലി സ്ഥലത്തുള്ളവർക്കും ദേഷ്യമായി തുടങ്ങി. ഞാൻ പരിശുദ്ധ അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിക്കും. ഒരു ദിവസം തലവേദനയോട് കൂടി ഞാൻ ഇരിക്കുമ്പോൾ ഞാൻ കുർബാനയ്ക്ക് പോയി. അങ്ങനെ കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ ഭക്തിപൂർവ്വം നിൽക്കുവാൻ സാധിക്കുമായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഉള്ളിൽ ആരോ ചോദിക്കുന്നത് പോലെ, ഇന്ന് എന്ത് കറിയാണ് കഴിച്ചതെന്ന്. അന്നത്തെ ദിവസം വീട്ടിൽ മുട്ടക്കറിയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി എന്ത് കഴിക്കുമ്പോഴാണ് തലവേദന ഉണ്ടാകുന്നതെന്ന്. ചിക്കനും മുട്ടയും കഴിക്കുമ്പോഴാണ് തലവേദന ഉണ്ടാകുന്നത് എനിക്ക് മനസ്സിലായി. തലവേദനയായിട്ട് ഒരു ദിവസം ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ച്
സ്വപ്നം കണ്ടതുപോലെ എൻ്റെ മുറിയിൽ ഈശോ വന്നിരിക്കുന്നൊരു അനുഭവം ഉണ്ടായി. പിറ്റേ ദിവസം എൻ്റെ ജീവിത പങ്കാളിയുടെ അമ്മയോട് ഞാനിത് പറഞ്ഞു. അന്ന് തുടങ്ങി എനിക്കൊരു ധ്യാനത്തിന് പങ്കെടുക്കുന്ന ആഗ്രഹം തോന്നി തുടങ്ങി. എനിക്ക് സെഹിയോൻ ധ്യാന കേന്ദ്രത്തെപ്പറ്റി അറിവില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഒരു പ്രകാരത്തിൽ ഇതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞ് ഇവിടെ അട്ടപ്പാടി സെഹിയോൻ ധ്യാനത്തിന് സീറ്റ് കിട്ടി. ഞാനിവിടെ ധ്യാനം കൂടാൻ വേണ്ടി വന്നു. നല്ല കുമ്പസാരത്തിന് സാധിച്ചു. അന്നത്തെ ആരാധന ശുശ്രൂഷയിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു, 2 സഹോദരിമാരുടെ തലവേദനയും മുട്ടയും ചിക്കനും കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും കർത്താവ് മാറ്റി തരുന്നതായി കാണുന്നുണ്ടെന്ന്. എൻ്റെ തലയ്ക്കുള്ളിൽ ആ സമയത്ത് ഒരു തണുപ്പ് വരുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. അന്നത്തെ ധ്യാനം കഴിഞ്ഞ് ഞാൻ ഭക്ഷണം കഴിക്കാൻ ചെല്ലുമ്പോൾ അന്ന് മുട്ടക്കറി ഉണ്ടായിരുന്നു. ഞാനത് കഴിച്ചു. അന്ന് എനിക്ക് തലവേദന ഉണ്ടായില്ല. ഇപ്പോൾ ഞാൻ മിക്കവാറും എല്ലാ ദിവസവും ചിക്കനും മുട്ടക്കറിയും കഴിക്കുന്നുണ്ട്. എനിക്ക് പിന്നീട് ഒരിക്കൽ പോലും ഒരു രോഗമോ തലവേദനയോ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല. യേശുവിനോട് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും തീരെയല്ല. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്ക്. ആ വ്യക്തി വിശുദ്ധ കുർബാനയെ സംബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോ ജീവന്റെ ഉറവയിൽ നിന്ന് എന്നതുപോലെ ഒരു സ്വരം. ഇന്നെന്ത് ഭക്ഷണമാണ് കഴിച്ചിരിക്കുന്നത്? അപ്പോൾ മനസ്സിലായി മുട്ട കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുന്നെന്ന്. ഒരു ദിവസം രാത്രി യേശു അടുത്ത് വന്നെന്ന് ഒരു ദർശനം കൊടുത്ത് അങ്ങനെ ധ്യാനത്തിന് കൂടാൻ വേണ്ടി വന്നു. അങ്ങനെ ധ്യാനത്തിന് കൂടാൻ വരുമ്പോൾ സ്റ്റേജിൽ നിന്നൊരു സന്ദേശം വിളിച്ച് പറഞ്ഞു, ഇതാ ഇന്ന രോഗമുള്ള വ്യക്തി കർത്താവ് സ്പർശിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ദൈവീയ കാര്യങ്ങൾ വ്യാപരിക്കുമ്പോഴും ജീവജലത്തിന് ഉറവയിൽ നിന്നതുപോലെ ദൈവത്തിന്റെ ചൈതന്യം പുറപ്പെട്ട് മരണതുല്യമായ ശരീര മനസ്സ് ആത്മീയ അനുഭവങ്ങളിൽ കർത്താവ് ഇടപെടുമെന്നാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന വെളിപ്പെടുത്തൽ. ഈ സമയം നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പലതരത്തിലുള്ള അവസ്ഥകളിലേക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടും. വചനം സമയത്തിനും കാലത്തിനും അപ്പുറത്ത് ചലിക്കുന്ന ചൈതന്യമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിൽക്കുന്ന വചനം. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറയാം ഹല്ലേലൂയ. സാധിക്കുമെങ്കിൽ ഇപ്പോൾ ടി വിക്ക് മുമ്പിലാണെങ്കിലും കമ്പ്യൂട്ടർ മുമ്പിലാണെങ്കിലും സാധിക്കുമെങ്കിൽ എഴുന്നേറ്റ് നിന്ന് സെഹിയോൻ കൂട്ടായ്മയോട് ചേർന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ വചന ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുടെ കൂട്ടായ്മയോട് ചേർന്ന് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. കരങ്ങൾ തുറന്നു പിടിക്കുക. എളിമപ്പെട്ട് കരങ്ങൾ തുറന്നു പിടിച്ച്, കർത്താവേ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ജീവജലത്തിന് ഉറവയിൽ നിന്ന് ജീവജലം അയക്കണമേ. ജീവൻ പ്രദാനം ചെയ്യുന്ന അരൂപിയ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. കരങ്ങൾ തുറന്നു പിടിച്ച് എല്ലാവരും ചേർന്ന് പരിശുദ്ധാത്മാവിനെ വിളിച്ച് കർത്താവിനെ വിളിച്ച് പരിശുദ്ധത്വത്തെ ആരാധിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഓ കർത്താവേ, സ്വർഗത്തിലെ കോടാനുകോടി മാലാഖമാരുടെ കൂട്ടായ്മയിൽ, വിശുദ്ധന്മാരുടെ കൂട്ടായ്മയിൽ, പരിശുദ്ധാമ്മയുടെ കൂട്ടായ്മയിൽ, ഓ ദൈവമേ, തിരുസഭയിൽ ഇപ്പോൾ അർപ്പിക്കപ്പെട്ടിരിക്കുന്ന മുഴുവൻ വിശുദ്ധ കുർബാന യോഗ്യതയോട് ചേർന്ന് നിന്നുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുമ്പോൾ, ഓ ദൈവമേ, സെഹിയോൻ മിനിസ്ട്രീസിയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഓ ദൈവമേ, സ്വർഗത്തിന്റെ കൃപയുടെ ഉറവയിൽ നിന്ന് ജനം പുറപ്പെടുപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ദാസന്മാരുടെ ശരീരത്തിലേക്ക്, മനസ്സിലേക്ക്, ആത്മാവിലേക്കും ഓ പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന, ആരാധന, ആരാധന. അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങളെ തുറക്കണമേ. രോഗമുള്ള ശരീരത്തെ സ്പർശിക്കണമേ. മനസ്സിന് ബുദ്ധിമുട്ടുമ്പോൾ ഇപ്പോൾ ജീവജലത്തിനും അരുവിയിൽ നിന്നും സമൃദ്ധി കൊണ്ട് കൃപ കൊണ്ട് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന, ആരാധന. തടസ്സങ്ങളെല്ലാം മാറട്ടെ, ഭാരങ്ങളെല്ലാം മാറട്ടെ, ക്ഷീണങ്ങളെല്ലാം മാറട്ടെ, ദുർപീഡകളെല്ലാം മാറട്ടെ, മനസ്സ് തെളിയട്ടെ, ആത്മാവ് തെളിയട്ടെ, ശരീരം കൃപ കൊണ്ട് നിറയട്ടെ. ആരാധന, 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 ആരാധന. വചന ശുശ്രൂഷ നടത്തുന്ന എല്ലാ അന്ധകാരങ്ങളും ചിഹ്നവനാവട്ടെ. ആരാധന, ആരാധന. പരിശുദ്ധാത്മാവെ ആരാധന, പരിശുദ്ധാത്മാവെ ആരാധന, പരിശുദ്ധാത്മാവെ ആരാധന, പരിശുദ്ധാത്മാവെ ആരാധന. യേശുവേ ആരാധന, പിതാവേ ആരാധന, 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 ആരാധന. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അർത്ഥം മനസ്സിലാക്കി ഉറക്കെ പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഉത്കണ്ഠപ്പെടണം എന്നതിനെ കുറിച്ചാണ്. ഒരു പക്ഷേ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കാം, യേശുക്രിസ്തു ബൈബിളിൽ ഉത്കണ്ഠപ്പെടരുത് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, പിന്നെ എന്തുകൊണ്ടാണ് അച്ഛന് ഉത്കണ്ഠപ്പെടണം എന്ന് പറയണത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്
ചില കാര്യങ്ങളെക്കുറിച്ച് ഉത്കണ്ഠപ്പെടരുത് എന്നും എന്നാൽ മറ്റു ചില കാര്യങ്ങളെക്കുറിച്ച് ഉത്കണ്ഠപ്പെടണം എന്നും ബൈബിളിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൻ്റെ 25-ാം തിരുലിഖിതം, ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും എന്ന ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കും എന്ന ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഭൗതിക കാര്യങ്ങളെക്കുറിച്ച് അധികം വ്യഗ്രതയോ ഉത്കണ്ഠയോ ആകുലതയോ ടെൻഷനോ നമ്മുടെ ജീവിതത്തിൽ വേണ്ട എന്നാണ് പരിശുദ്ധാത്മാവ് വചനങ്ങളിലൂടെ വെളിപ്പെടുത്തുന്നത്. യേശുക്രിസ്തു വളരെ കൃത്യമായിട്ടത് പറഞ്ഞു. ഭക്ഷണത്തെക്കുറിച്ചോ ജീവനെക്കുറിച്ചോ ശരീരത്തെക്കുറിച്ചോ ബിസിനസ്സിനെ കുറിച്ചോ ജോലിയെക്കുറിച്ചോ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചോ മക്കളുടെ കല്യാണത്തെക്കുറിച്ചോ ഒന്നിനെക്കുറിച്ച് അധികം ടെൻഷൻ പിടിക്കരുത്, അധികം ആകുലപ്പെടരുത്. കാരണമായി കർത്താവ് വെളിപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ 27-ാം തിരുലിഖിതത്തിലാണ്. ഉത്കണ്ഠ മൂലം ആയുസ്സിൻ്റെ ദൈർഘ്യം 1 മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ? പ്രൈസ് ദി ലോർഡ്. സഹോദരങ്ങളെ, ടെൻഷൻ പിടിച്ച് ആകുലപ്പെട്ട് ഉത്കണ്ഠപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെപ്രാളം പിടിച്ച് നടന്നത് കൊണ്ട് ഈ പ്രശ്നം ഒട്ട് പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല. അതുകൊണ്ട് ആയുസ്സിന്റെ ദൈർഘ്യം വർദ്ധിക്കാൻ പോകുന്നില്ല, ഒരു കാര്യവും നന്നാവാൻ പോണില്ല. പകരം കർത്താവ് പറഞ്ഞ് നിങ്ങൾ അവിടുത്തെ രാജ്യം നീതി അന്വേഷിക്കുക, ആത്മീയ കാര്യങ്ങൾ വ്യാപരിക്കുക, ബാക്കി എല്ലാം ദൈവം കൂട്ടിച്ചേർക്കപ്പെടുമെന്നാണ് പറയേണ്ടത്. അവിടുത്തെ രാജ്യം അവിടുത്തെ നീതി അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ ദൈവരാജ്യത്തെക്കുറിച്ചും ദൈവനീതിയെക്കുറിച്ചും കുറച്ചൊരു ഉത്കണ്ഠ വേണം എന്നൊരു ചിന്ത ചെറുതായിട്ട് അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിളിൽ മറ്റനേക സ്ഥലങ്ങളിൽ ഉത്കണ്ഠപ്പെടണം എന്ന് തന്നെ കർത്താവ് പറയുന്നുണ്ട്. ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് ഉത്കണ്ഠ വേണം എന്ന് തന്നെ കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് മക്കബായരുടെ പുസ്തകത്തിലാണ്. 2 മക്കബായർ 15:18. അവരുടെ പ്രഥമവും പ്രധാനവുമായ ഉത്കണ്ഠ പ്രതിഷ്ഠിക്കപ്പെട്ട ദേവാലയത്തെക്കുറിച്ചായിരുന്നു. തങ്ങളുടെ ഭാര്യമാർ, കുട്ടികൾ, സഹോദരർ, ബന്ധുജനങ്ങൾ എന്നിവരെ കുറിച്ച് അവർ അത്രയ്ക്ക് ഉത്കണ്ഠാകുലരായിരുന്നില്ല. ഉറക്കെ പറയാം ഹല്ലേലൂയ. അതിന്റെ പശ്ചാത്തലത്തിന് യഹൂദ ജനതയെ മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ശത്രു രാജാക്കന്മാർ ഒരുപാട് കുതന്ത്രങ്ങൾ മെനഞ്ഞു കഴിഞ്ഞു. അപ്പോ അവിടെ മക്കബായരുടെ നേതൃത്വത്തില്, യൂദാസിന്റെ നേതൃത്വത്തില്, മക്കബേസിന്റെ പുത്രന്മാരുടെ നേതൃത്വത്തില് ആൾക്കാർ ശരിക്കും ദേവാലയത്തെ സംരക്ഷിക്കാനും ദൈവജനത്തെ സംരക്ഷിക്കാനും ദൈവാരാധന നടത്താനും ദൈവാലയ ശുശ്രൂഷയ്ക്ക് തടസ്സം നൽകുന്ന കാര്യങ്ങൾ തടയാനും എന്ന് വേണ്ട സഭയ്ക്ക് വേണ്ടി പൊരുതാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ്. അവര് ദൈവരാജ്യത്തെക്കുറിച്ച് ദൈവിക നീതിയെക്കുറിച്ച് അവർ ചിന്തിക്കുകയാണ്. ദൈവരാജ്യത്തിന്റെ കാര്യങ്ങളിൽ തടസ്സം വരുമ്പോൾ അവർ ശരിക്കും ഉണർന്നെഴുന്നേൽക്കുകയാണ്. അങ്ങനെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ അവരൊരു അവസ്ഥയെക്കുറിച്ച് പറയുകയാണ്. ജന നേതാക്കന്മാരെ യൂദാസിന്റെ അവസ്ഥയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. യൂദാസിന്റെ കൂടെ അനുയായികളുടെ അവസ്ഥയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. അതിനെങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്? അവരുടെ പ്രഥമവും പ്രധാനവുമായി ഉത്കണ്ഠ പ്രതിഷ്ഠിക്കപ്പെട്ട ദേവാലയത്തെ കുറിച്ചായിരുന്നു. തങ്ങളുടെ ഭാര്യമാർ, കുട്ടികൾ, സഹോദരങ്ങൾ, ബന്ധുജനങ്ങൾ എന്നിവരെ കുറിച്ച് അവർ അത്രയ്ക്ക് ഉത്കണ്ഠാകുലരായിരുന്നില്ല. സ്വന്തം കുടുംബത്തിന്റെ കാര്യത്തെക്കുറിച്ച്, വരുമാന മാർഗങ്ങളെക്കുറിച്ച്, ബിസിനസിന്റെ കാര്യങ്ങളെക്കുറിച്ച്, ജോലിയുടെ കാര്യങ്ങളെക്കുറിച്ച്, മക്കളുടെ കല്യാണത്തെക്കുറിച്ച്, അങ്ങനത്തുള്ള ഒരുപാട് തരത്തിലുള്ള ആ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ അവർ അതിനെക്കുറിച്ച് ഉത്കണ്ഠപ്പെട്ടില്ല. അവർ ദൈവത്തിന്റെ രാജ്യവും ദൈവത്തിന്റെ നീതി അന്വേഷിച്ചുകൊണ്ടിരുന്നു. അവർക്കൊരു ഉത്കണ്ഠ ഉണ്ടായിരുന്നു. എന്നെക്കുറിച്ച് ദൈവരാജ്യത്തെ കുറിച്ച് അവർക്കൊരു ഉത്കണ്ഠ ഉണ്ടായിരുന്നു. തകരാൻ പോകുന്ന ദേവാലയത്തെ കുറിച്ച് ഉത്കണ്ഠ ഉണ്ടായിരുന്നു. തകർന്നു പോകുന്ന ആത്മാക്കളെ കുറിച്ച് അവർക്കൊരു ഉത്കണ്ഠ ഉണ്ടായിരുന്നു. പാപത്തിന്റെ പിടിയിൽപ്പെട്ട് നശിച്ചു പോകുന്ന അനേക യുവജനങ്ങളെ കുറിച്ച് അവർക്ക് ഉത്കണ്ഠ ഉണ്ടായിരുന്നു. ലോകം മുഴുവൻ അക്രമവും യുദ്ധവും അസമാധാനവും തകർച്ചയും പട്ടിണിയും ഒരുപാട് കാര്യങ്ങൾ നടപാടുമ്പോൾ അതിനെ കുറിച്ച് അവർക്ക് ഉത്കണ്ഠ ഉണ്ടായിരുന്നു. എന്നാൽ തങ്ങളുടെ ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് അവർക്ക് അത്ര ഉത്കണ്ഠ ഉണ്ടായിരുന്നില്ല എന്നാണ് വചനം വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവവൈതലേ, പഴയ നിയമത്തിൽ കർത്താവ് വെളിപ്പെടുത്തുന്ന കാര്യമാണ്, നിന്റെ ജീവിതത്തിൽ ഉത്കണ്ഠ വേണം. അത് നിന്റെ കാര്യങ്ങളെ കുറിച്ചല്ല, നിന്റെ സഹോദരന്റെ കാര്യത്തെക്കുറിച്ച്, നിന്റെ സഹോദരന്റെ ആത്മരക്ഷയെ കുറിച്ച്, തിരുസഭയെ കുറിച്ച്, നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ച് നിനക്കൊരു ഉത്കണ്ഠ വേണം എന്നാണ് പരിശുദ്ധാത്മാ വചനങ്ങൾ വെളിപ്പെടുത്തുന്നത്.
അത് പഴയ നിയമത്തെ മാത്രമുള്ള ചിന്തയെന്ന് ധരിക്കരുത്. പുതിയ നിയമത്തിൽ വളരെ വ്യക്തമായി പൗലോസ്ലീഹ ഈ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മൾ വായിക്കുന്നത് കൊരിന്തോസർക്ക് ലേഖനത്തിലാണ്. 2 കൊരിന്തോസ് 11:28. ഇവയ്ക്കെല്ലാം പുറമെ സകല സഭകളെയും കുറിച്ചുള്ള എന്റെ ഉത്കണ്ഠ അനുദിനം എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. പൗലോസ്ലീഹ പറയാണ് ഇവയ്ക്കെല്ലാം പുറമെ എന്ന് പറയുമ്പോൾ അതിന് മുകളിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ പൗലോസ് ഒരുപാട് കാരാഗ്രഹം അനുഭവിച്ചു, കടലിൽ കൂടെ ഒഴുകി നടന്നു, ഒരുപാട് അടിമേടിച്ച്, ഒരുപാട് തിരസ്കരണങ്ങൾ, ഒരുപാട് അപവാദങ്ങൾ, വിശപ്പ്, പട്ടിണി, ദാരിദ്ര്യം, അങ്ങനത്തെ ഒരുപാട് സംഗതികൾ പൗലോസുമായി ബന്ധപ്പെട്ടുണ്ട്. എന്നാൽ അതിനെക്കുറിച്ചൊന്നും പൗലോസ് അത്ര ഉൾക്കൊണ്ടാകുന്നായിരുന്നില്ല. തന്നെക്കുറിച്ച്, തന്നോട് ചേർന്ന് നിൽക്കുന്നവരെ കുറിച്ച്, തന്റെ സ്വന്തം കാര്യങ്ങളെ കുറിച്ച് അല്ല പൗലോസിന് ഉൾക്കണ്ട. ഇവയ്ക്കെല്ലാം പുറമെ സകല സഭകളെയും കുറിച്ചുള്ള ഉൾക്കണ്ട അനുദിനം എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. പൗലോസിനെ ഉൾക്കണ്ട എന്ന് പറയുന്നത് താൻ സ്ഥാപിച്ചുവന്ന അനേക സഭകളുണ്ട്. ആ സഭകളിൽ ഏതെങ്കിലും ഒരാൾ തകർന്നു പോകുന്നുണ്ടോ എന്നുള്ളതായിരുന്നു പൗലോസിന്റെ ഉൾക്കണ്ട എന്ന് പറയുന്നത്. ഇനിയും കർത്താവിനെ അറിയാത്ത ഒരുപാട് ആത്മാക്കളുണ്ട്, അവരെ കുറിച്ചായിരുന്നു പൗലോസിനെ ഉൾക്കണ്ട എന്ന് പറയുന്നത്. എന്നാൽ തന്റെ കാര്യത്തെ കുറിച്ച് പൗലോസ് അത്ര ഉൾക്കണ്ടാകുന്നായിരുന്നില്ല. പ്രിയപ്പെട്ട ദൈവമായതല്ലേ, അതുകൊണ്ട് എഴുതപ്പെട്ട വചനം പഠിപ്പിക്കുന്ന കാര്യമാണ്, നിനക്കൊരു ഉത്കണ്ഠ ജീവിതത്തെ വേണം. അത് നിന്നെ കുറിച്ചല്ല, നിന്റെ സഹോദരനെ കുറിച്ച്, സഭയെ കുറിച്ച്, കർത്താവിനെ കുറിച്ച് അറിയാത്ത നശിച്ചു പോകാൻ സാധ്യതയുള്ള ആത്മാക്കളെ കുറിച്ച്, പാപത്തിൽ വീഴുന്ന ദൈവജനത്തെ കുറിച്ച്, നിന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന, കൃഷിയെടുത്ത് പണിയെടുക്കാൻ വരുന്ന, നിന്റെ ബസ്സിൽ യാത്ര ചെയ്യുന്ന, നിന്റെ സ്ഥാപനത്തിൽ വന്നു പോകുന്ന, നിന്റെ കടയിൽ വന്നു പോകുന്ന, നീ പഠിക്കുന്ന സ്ഥലത്തുള്ള, നീയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നോട് ചേർന്നിരിക്കുന്ന ഓരോ വ്യക്തിയെ കുറിച്ച് ഒരു ഉത്കണ്ഠ നിന്റെ ജീവിതത്തിൽ വേണമെന്നാണ് പൗലോസ്ലീഹ വചനങ്ങളിൽ വെളിപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൗലോസ്ലീഹയുടെ ലേഖനങ്ങളിലെല്ലാം ഈ ഒരു കാര്യം തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. ഗലാത്യ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിന്റെ 8 മുതൽ 19 വരെ തിരുവചനങ്ങൾ, ഗലാത്യ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിന്റെ 8 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങൾ തലക്കെട്ട് തന്നെ പൗലോസിന്റെ വ്യഗ്രത എന്നാണ് തലക്കെട്ട്. പൗലോസിന് വ്യഗ്രതയാണ്, ഒരു ഉത്കണ്ഠയാണ്, ഒരു ആകുലതയുണ്ട്. ആ ആകുലത എന്തിനെ കുറിച്ചാണ്? 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: എന്റെ കുഞ്ഞുമക്കളെ, ക്രിസ്തു നിങ്ങളെ രൂപപ്പെടുന്നത് വരെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു. സകല ജനങ്ങളിലും ക്രിസ്തു രൂപപ്പെടുന്നവര് പൗലോസ്ലീഹ ഈറ്റുനോവ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഉത്കണ്ഠ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, വ്യഗ്രത അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചനത്തിൽ വെളിപ്പെടുത്തുന്ന കാര്യമുണ്ട്. നിന്റെ ജീവിതത്തിൽ നീ എല്ലാ കാര്യങ്ങളും അഭിവൃദ്ധി പ്രാപിക്കണമെന്ന് തന്നെയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. എന്നിട്ട് കർത്താവ് പറയാണ്, ഈ വയലിലെ പുല്ലുകളെ പരിപാലിക്കാൻ ദൈവത്തിന് അറിയാമല്ലോ, ഈ ലില്ലികളെ പരിപാലിക്കാൻ ദൈവത്തിന് അറിയാമല്ലോ, ഈ പറവകളെ പരിപാലിക്കാൻ ദൈവത്തിന് അറിയാമല്ലോ, അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട, നിനക്ക് നല്ലത് വരും എന്ന് പറഞ്ഞിട്ട് കർത്താവ് പറഞ്ഞ കാര്യം, നീ എന്ത് ചെയ്യണം? നീ നിന്റെ സഹോദരനെ കുറിച്ച് ആകുലത ഉൾക്കണ്ഠ നിന്റെ ഹൃദയത്തിൽ പേരണം. കാരണം മത്തായി 18:14 വചനം പഠിപ്പിച്ചിരിക്കുന്നത്, നീ നശിച്ചു പോകാൻ കർത്താവ് ആഗ്രഹിക്കാത്തതുപോലെ തന്നെ, നീ എല്ലാ കാര്യത്തിനും അഭിവൃദ്ധി പ്രാപിക്കുമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ തന്നെ മത്തായി 18:14 വചനം വെളിപ്പെടുത്തി ഇങ്ങനെയാണ്: ഈ ചെറിയവര് ഒരുവൻ പോലും നശിച്ചു പോകാൻ എന്റെ സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നില്ല. ഉറക്കെ പറയാം ഹല്ലേലൂയ എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഒരുപാട് വചന ശുശ്രൂഷ കർത്താവ് തരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഈ വചനം കേട്ടോണ്ടിരിക്കുകയാണ്. ഒരുപാട് ധ്യാന കേന്ദ്രങ്ങൾ, ഒരുപാട് ദേവാലയങ്ങൾ, ഒരുപാട് ആരാധനാലയങ്ങൾ, ഒരുപാട് ദൈവീക കാര്യങ്ങൾ അറിയാൻ നമുക്ക് കൃപ നൽകുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതെല്ലാം ദൈവം നമുക്ക് വേണ്ടിയിട്ടല്ല, അനേക ആൾക്കാർക്ക് വേണ്ടി കൂടിയാണ് നമുക്ക് തരണത്. ഇതൊന്നും കേൾക്കാൻ അവസരമില്ലാതെ, കർത്താവിനെ കുറിച്ച് അറിയാതെ തകർന്നു കിടക്കുന്ന ദൈവജനത്തെ കുറിച്ച് ഉത്കണ്ഠയും ആകുലതയും എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ വേണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനേക ആൾക്കാർ പലപ്പോഴും പറയാറ് കാര്യമുണ്ട്, ഒരു ധ്യാനം കൂടി നല്ല അഭിഷേകമായി, നല്ല കൃപയായി, കുറച്ച് നാളുകൾ കഴിയുമ്പോ അഭിഷേകം നഷ്ടപ്പെട്ട്, കൃപയും നഷ്ടപ്പെട്ട്, ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും തെക്കുവടക്കം നടക്കുന്ന ആൾക്കാരെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. എന്താണ് കാരണം എന്നറിയാവോ? നീ ദൈവത്തിന്റെ രാജ്യവും ദൈവത്തിന്റെ നീതിയും സ്ഥാപിക്കാൻ അന്വേഷിക്കണം, പണിയെടുക്കണം. അവർക്ക് പറയാം ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് അനേക വ്യക്തികൾ നിലനിൽക്കാത്ത കാരണം അറിയോ? ഈ ആകുലത ഉൾക്കണ്ഠ ഇല്ലാതെ പോകുന്നുണ്ടാ. ബൈബിളിൽ നോക്ക്, മറ്റുള്ളവരെ കുറിച്ചും ദൈവരാജ്യത്തെ കുറിച്ചും ആകൃതി ഉൾക്കണ്ഠയുള്ളവരൊക്കെ നിലനിന്നിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 4-ാമത്തെ അധ്യായം സമരിയാക്കാർ കർത്താവിനെ കണ്ടുമുട്ടി, അവർക്കൊരു തീക്ഷ്ണത കിട്ടി, ഒരു അനുഭവം കിട്ടി, അവർക്ക് സമൃദ്ധി കിട്ടി, ജീവിതത്തിന്റെ അനുഭവം അവരെ പാനം ചെയ്ത് അവൾ കൃപയിൽ നിറഞ്ഞ അവളുടെ മനസ്സിന് ആദ്യം വന്ന ചിന്ത എന്നറിയോ? ദൈവമേ,
ഇതൊന്നും അറിയാത്ത എത്രയോ കണക്കിന് ആൾക്കാർ എനിക്കറിയാം. അവരെ കുറിച്ച് ഉൾക്കണ്ട അവരുടെ മനസ്സിൽ കയറിയിട്ട് അവിടെ അപ്പൊ തന്നെ എഴുന്നേറ്റ് പട്ടണത്തിൽ ജോലിയില്ലേ. എന്നിട്ടോ ഈ സദ്വാർത്ത അനുഭവിക്കാത്ത അനേകം ആൾക്കാര് ഈ വിളി പിടിച്ചുകൊണ്ട് കർത്താവിന്റെ അടുത്ത് കൊണ്ടുവന്നില്ലേ. സക്കൈവൂസിന് ഇതേ ഉൾക്കണ്ട തന്നെ നിറഞ്ഞത്. സക്കൈവൂസിന്റെ രക്ഷ കെട്ടി കഴിഞ്ഞപ്പോ സക്കൈവൂസ് ഉൾക്കണ്ട കയറി. പിന്നെ സക്കൈവൂസിനെ കുറിച്ച് ഉൾക്കണ്ടയില്ല. സമരിയക്കാരെ കുറിച്ച് ഉൾക്കണ്ടയില്ല. അവർക്ക് ഉൾക്കണ്ട മറ്റുള്ളവരെ കുറിച്ചാണ്. സക്കൈവൂസ് ഓടി ചെന്ന് വീട്ടിലുണ്ടായിരുന്ന എല്ലായിടത്തും തികച്ചു കൊടുക്കാൻ തുടങ്ങിയില്ലേ. പൗലോസിന്റെ കാര്യം ചിന്തിച്ചു നോക്ക സഹോദരങ്ങളെ. സൗളായിരുന്ന അദ്ദേഹം കുതിരപ്പുറത്ത് തള്ളി താഴെയിട്ട് ഒരു ദൈവിക സ്പർശനം കിട്ടി. പിന്നെ പൗലോസിനെ കുറിച്ച് ഉൾക്കണ്ടയില്ല. അതാ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ പൗലോസിനെ മുഴുവൻ ഉൾക്കണ്ടയും ചുറ്റുമുള്ള ജനത്തെ കുറിച്ചാണ്, ഇതറിയാത്ത ആൾക്കാരെ കുറിച്ചാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ നിന്നെ കുറിച്ച് ഉൾക്കണ്ടപ്പെടരുത്, പക്ഷെ മറ്റുള്ളവരെ കുറിച്ച് നീ ഉൾക്കണ്ടപ്പെടണം. എങ്കിലും നിനക്കൊരു നിലനിൽപ്പുള്ളൂ. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം സഹോദരങ്ങളെ. നമുക്ക് എഴുന്നേറ്റ് നിന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. നമുക്കൊരു നിലനിൽപ്പിന്റെ കൃപ കിട്ടണം. ഉത്കണ്ഠ ജീവിതത്തിൽ വേണം, ആകുലത ജീവിതത്തിൽ വേണം. അത് തന്നെക്കുറിച്ചല്ല, മറ്റുള്ളവരെ കുറിച്ച്, നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ച്, തകർന്നു പോകുന്ന ദൈവജനത്തെ കുറിച്ച്, പാപത്തിൽ വീണ് പോകുന്നവരെ കുറിച്ച് ഒരു ഉത്കണ്ഠയും വേദനയും ആകുലതയും കഥയെത്തി തരണം. എങ്കിലും നിലനിൽപ്പുള്ളൂ. അതിനുവേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കടബാധ്യത മാറാൻ വേണ്ടിയോ അല്ലെങ്കിൽ സമ്പത്തിന് തടസ്സം മാറാൻ വേണ്ടിയോ പ്രാർത്ഥിക്കുന്ന ഇരട്ടി തീഷ്ണതയോടെ, അതേ തീഷ്ണതയോടെ നമ്മുടെ ജീവിതത്തിൽ ആത്മാക്കളെ പ്രതി ഉൾക്കണ്ട ആകുലത തരണമേ. പഴയ നിയമത്തിലെ പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും യേശുവിനും പൗലോസിനും എല്ലാം ഉണ്ടായിരുന്ന അതേ ഉൾക്കണ്ട, അത് ദൈവത്തിന്റെ സ്വർഗത്തിൽ ഉൾക്കണ്ടയാ, അത് ലഭിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. കാര്യങ്ങൾ തുറന്നു പിടിച്ച് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഓ കർത്താവായ ദൈവമേ, കോടിക്കണക്കിന് കർത്താവിനെ അറിയാത്ത ആത്മാക്കളെ കുറിച്ച് ഉൾക്കണ്ട ഞങ്ങൾ ഹൃദയത്തെ തരണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഓ ദൈവമേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതൊന്ന് കേൾക്കാൻ അവസരം കണ്ടെത്തി എത്രയോ ആൾക്കാരുണ്ട് കർത്താവെ. ഓ ദൈവമേ, നശിച്ചു പോകുന്ന ഓരോ ആത്മാക്കളെ പ്രതി ഉൾക്കണ്ടയും വേദനയും നിറഞ്ഞ് കർത്താവ് ഒരു ശുശ്രൂഷ ജീവിതത്തിലേക്കുള്ള വലിയ അഭിഷേകം നൽകണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. അങ്ങനെ നിലനിൽക്കുന്ന കൃപ ഞങ്ങൾക്ക് നൽകണമേ കർത്താവ്. ആരാധന, ആരാധന. ഈ ഒരു അഭിഷേകം തുറക്കണമേ കർത്താവ്. ഈ ഒരു അഭിഷേകം തുറക്കണമേ കർത്താവ്. ആരാധന, ആരാധന. ഞങ്ങളെ കുറിച്ച് ഉൾക്കണ്ടപ്പെടാതെ മറ്റുള്ളവരെ കുറിച്ച് ഉൾക്കൊള്ളപ്പെടുന്ന ആകുല ഒരു അഭിഷേകം ഞങ്ങൾക്ക് തുറന്നു തരണേ കർത്താവേ. ആരാധന, 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 ആരാധന. പ്രൈസ് ദി ലോർഡ്. നമ്മളെ കുറിച്ച് ഉൾക്കണ്ടപ്പെടരുത്, മറ്റുള്ളവരെ കുറിച്ച് ഉൾക്കണ്ടപ്പെടണം. ഹല്ലേലൂയ, മാറാനാഥാ. Come, Lord Jesus. ദിവ്യകാരുണ്യമായെൻ്റെ ഉള്ളിൽ ഈശോ ഇന്നു വാഴാനെത്തും നേരം മനസ്സൊരു മെഴുതിരിയായി ഉരുകിത്തെളിയും നാഥനെ വരവേൽക്കാനായി. വാവാ എൻ്റെ ഈശോയേ, വാവാ എൻ്റെ ഈശോയേ, എൻ്റെ ജീവൻ തേടും പുണ്യം നീയാണല്ലോ. സ്നേഹമേ, മോക്ഷമേ, ഭാഗ്യമേ. കർത്താവിന് പ്രീതികരമായി പ്രവർത്തിക്കുന്നവന്റെ പ്രാർത്ഥന മേഘങ്ങളോളം എത്തുന്ന അരുളി ചെയ്ത കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ മനുഷ്യരെ പ്രീതിപ്പെടുത്താൻ എന്നിച്ച് ഓരോ സാഹചര്യങ്ങൾ ഓർത്ത് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞങ്ങളുടെ തീരുമാനം എടുക്കണം കർത്താവേ. ഇനി എൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും ഞാൻ ദൈവപ്രീതി മാത്രം അന്വേഷിച്ച് മുമ്പോട്ട് പോകും. ദൈവമേ, ഒരൊറ്റ തീരുമാനത്തിൻ്റെ പുറകിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ, സ്വർഗത്തിൽ നിന്ന് അവിടുന്ന് കരം നീട്ടി ഞങ്ങളെ ആശീർവദിക്കണമേ.
എല്ലാവരും കർത്താവിൻ്റെ പക്കലേക്ക് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈ തീരുമാനത്തോട് ചേർന്ന് ആശീർവാദത്തിനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഓ കർത്താവായ ദൈവമേ, പർവ്വാതം പിടിപെട്ട കിടക്കയിൽ കിടക്കുന്നവർ ഇപ്പോൾ ചാടി എഴുന്നേൽക്കുമാരും ദൈവശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവെ, നിരാശയിലും കുറ്റബോധത്തിലും സങ്കടത്തിലും വേദനയിലും വിഷമത്തിലും കഷ്ടത അനുഭവിക്കുന്ന ഓരോ വ്യക്തികളും ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അഴിച്ച് വിടിപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗത്തെ ശാസിക്കുന്നു, പൈശാചിക ബന്ധനങ്ങളെ അഴിച്ച് വിടിപ്പിക്കുന്നു. തടസ്സങ്ങളെ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്ധകാര കോട്ടക്കോത്തടങ്ങൾ ഛിന്നഭിന്നമായി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാഭിഷേകം നിറയട്ടെ, കൃപയുടെ അഭിഷേകം നിറയട്ടെ, അന്ധകാരങ്ങളെല്ലാം വിട്ടൊഴിയട്ടെ. കൃപയുടെ അഭിഷേകം, വചനത്തിന്റെ അഭിഷേകം, പ്രാർത്ഥന അഭിഷേകം ഇപ്പോൾ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ആരാധന. എന്റെ ഈശോയെ, എന്റെ ജീവൻ തേടും പുണ്യം നീയാണല്ലോ. സ്നേഹമേ, മോക്ഷമേ,